ഒറ്റ രാത്രി, വെറും ഒരൊറ്റ രാത്രി കൊണ്ട് 30 വർഷത്തെ ശക്തി. മറ്റുള്ളവർ വർഷങ്ങളോളം കഷ്ടപ്പെട്ട് നേടുന്ന പവർ നമ്മുടെ നായകൻ യോ വോൺ ഇന്ന് ഒരു കുറുക്കുവഴിയിലൂടെ സ്വന്തമാക്കാൻ പോവുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ 3 ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്നാമത്തെ കാര്യം, യോ വോൺ ലെവൽ അപ്പ് ചെയ്ത് വേറെ റേഞ്ചിലേക്ക് മാറുന്നു. 2. മാസ്റ്റർ സിയോക്മെങ് തന്റെ അമ്മയെക്കുറിച്ച് ഒരു ഞെട്ടിക്കുന്ന രഹസ്യം വെളിപ്പെടുത്തുന്നു. മൂന്നാമത്തേത്, രാവിലെ എഴുന്നേറ്റ് വരുന്ന ഡോക്ടർ ഹിയോബോങ്ങിന്റെ മൊട്ടത്തല കണ്ട് ഞെട്ടുന്ന സീൻ. ഇതൊരു 1.5 എപ്പിസോഡാണ്. ഒട്ടും സമയം കളയണ്ട, നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. നേരം വെളുത്തു. പതിവ് പോലെ ജനൽ വഴി നമ്മുടെ കൊടിയൻ മാസ്റ്റർ സിയോക്മെങ് ഇൻഫർമറിയിലേക്ക് ചാടിക്കയറി. യോ വോണിന്റെ ട്രെയിനിങ് തുടരുക എന്നതാണ് പുള്ളിയുടെ ലക്ഷ്യം. പക്ഷെ അകത്ത് കയറിയതും അദ്ദേഹം ഒന്ന് സ്റ്റക്കായി. കാരണം മുറിയുടെ ഒരു മൂലയിൽ ആരോ ബോധം കെട്ടുകിടക്കുന്നു. നമ്മുടെ മൊട്ടത്തലേൻ ഹിയോബോങ്. സിയോക്മെങ് ചോദിച്ചു, ആരാടാ അത്? യോ വോൺ വളരെ കൂളായി മറുപടി പറഞ്ഞു, ഓ അതോ, ഡോക്ടർ പോയ ഉടനെ എന്നെ കൊല്ലാൻ വന്ന ഒരുത്തനാ. ഞാൻ അവനെ ഒന്ന് കൈകാര്യം ചെയ്തു വെച്ചതാ. ഇത് കേട്ടപ്പോൾ സിയോക്മെങ് ശരിക്കും അത്ഭുതപ്പെട്ടു. കാരണം യോ വോൺ ട്രെയിനിങ് തുടങ്ങിയിട്ടേ ഉള്ളൂ. വന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു വാടകക്കൊലയാളിയെ കീഴ്പ്പെടുത്തി കെട്ടിയിടാൻ അവന് സാധിച്ചെങ്കിൽ അവൻ വെറും പുലിയല്ല, സിംഹമാണ്. സിയോക്മെങ് മനസ്സിൽ പറയുന്നുണ്ട്, ഇവൻ കാര്യങ്ങൾ പഠിക്കാൻ 2 ആഴ്ച എടുക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ഇവൻ എന്റെ പ്രതീക്ഷകൾക്കും അപ്പുറമാണ്. ഇവന്റെ വളർച്ച കണ്ടതോടെ സിയോക്മെങ് തന്റെ പ്ലാനുകൾ മാറ്റാൻ തീരുമാനിക്കുന്നു. സിയോക്മെങ് ആ അക്രമിയെ സൂക്ഷിച്ചു നോക്കി. ഇവനെ അയച്ചത് ആരാണ്? യോ വോൺ പറഞ്ഞു, സ്റ്റെൽത്ത് ക്ലാനിലെ ആളാണ്. ഇവിടെയാണ് സിയോക്മെങ് ആ സത്യം വെളിപ്പെടുത്തുന്നത്. സ്റ്റെൽത്ത് ക്ലാനിന്റെ പേര് കേട്ടപ്പോൾ സിയോക്മെങ്ങിന്റെ മുഖത്ത് പുച്ഛവും ദേഷ്യവും വന്നു. അദ്ദേഹം പറഞ്ഞു, സ്റ്റെൽത്ത് ക്ലാനോ? എനിക്കറിയാം അവരെ. എന്റെ അമ്മ ആ വംശത്തിൽപ്പെട്ട ആളായിരുന്നു. എല്ലാവരും ഒന്ന് ഞെട്ടിയില്ലേ? അദ്ദേഹം തുടർന്നു, അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം അവർ എത്ര വലിയ കുഴപ്പക്കാരാണെന്ന്. എപ്പോഴും പിന്നിൽ നിന്ന് കുത്തുന്ന ഒട്ടും മര്യാദയില്ലാത്ത വർഗമാണ് സ്റ്റെൽത്ത് ക്ലാൻ. സ്വന്തം അമ്മയുടെ വംശത്തെപ്പറ്റി തന്നെ മാസ്റ്റർ ഇങ്ങനെ പറയുന്നത് കേട്ട് യോ വോൺ ഒന്ന് അമ്പരന്നു. പക്ഷേ സിയോക്മെങ് പറഞ്ഞത് 100% ശരിയാണ്. ഹിയോബോങ്ങിന്റെയും മുഗിയമിന്റെയും കളി കണ്ടാൽ നമുക്കറിയില്ലേ ഇവന്മാരെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന്. പിന്നെ ഫ്രണ്ട്സ്, ഒരു പ്രധാന കാര്യം, എനിക്ക് എക്സാം നടക്കുകയാണ്. അതുകൊണ്ട് അടുത്ത കുറച്ചു ദിവസത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റില്ലായിരിക്കും. എന്നാലും സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ വീഡിയോ ഇടാൻ മാക്സിമം ശ്രമിക്കും. ആരും അൺസബ്സ്ക്രൈബ് ചെയ്തു പോകല്ലേ. എക്സാം കഴിഞ്ഞ് നമ്മൾ ഫുൾ പവറിൽ തിരിച്ചുവരും. ഈ വീഡിയോക്ക് നമ്മൾ വെക്കുന്ന ടാർഗറ്റ് മിനിമം 40 ലൈക്സ് ആണ്. അതിൽ കൂടിയാലും കുഴപ്പമില്ല, കുറയാതിരുന്ന മതി. എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് പവർ കാണിച്ചേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ആ ബെൽ ഐക്കൺ അടിച്ച് പൊട്ടിച്ചേക്ക്. നമുക്ക് കഥയിലേക്ക് വരാം. അതൊക്കെ പോട്ടെ എന്ന് വെച്ച് സിയോക്മെങ് മെയിൻ വിഷയത്തിലേക്ക് കടന്നു. ഏടാ, നിനക്ക് ആദ്യത്തെ പരീക്ഷ ജയിച്ചപ്പോൾ കിട്ടിയ ആ ഡെമോണിക് ഡ്രാഗൺ മാർബിൾ എവിടെ? യോ വോൺ അത് കട്ടിലിനടിയിൽ നിന്ന് എടുത്തു കൊടുത്തു. സിയോക്മെങ് പറഞ്ഞു, ഇതൊരു സാധാരണ ഗുളികയല്ല. ഇത് കഴിച്ചാൽ 20 വർഷത്തെ കഠിന പരിശീലനം കൊണ്ട് ലഭിക്കുന്ന ഇന്റേണൽ എനർജി ഒറ്റയടിക്ക് നിനക്ക് കിട്ടും. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, വെറുതെ കഴിച്ചാൽ ശരീരം അത് വലിച്ചെടുക്കില്ല. അതുകൊണ്ട് സിയോക്മെങ് തന്റെ പവർ ഉപയോഗിച്ച് സഹായിക്കാമെന്ന് ഏറ്റു. അങ്ങനെ യോ വോൺ ആ മാർബിൾ വായിലേക്ക് ഇട്ടു. പവർ കിട്ടുമല്ലോ എന്നോർത്ത് സന്തോഷിച്ച് കഴിച്ചതാണ്. പക്ഷേ യോ വോൺ അത് ചവച്ചതും മുഖം മാറി. അയ്യേ, എന്തൊരു കൈബാണിത്! കൂടാതെ ചിയഞ്ഞ നാറ്റവും. നാക്ക് മരവിച്ചു പോകുന്നു. സിയോക്മെങ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മിണ്ടാതെ വിഴുങ്ങടാ. നല്ല മരുന്ന് എപ്പോഴും കയ്ക്കും. അങ്ങനെ കഷ്ടപ്പെട്ട് അവൻ അത് വിഴുങ്ങി. ഉടനെ തന്നെ നമ്മുടെ നാനോ പണി തുടങ്ങി. ശരീരത്തിലേക്ക് വലിയ ഊർജം വരുന്നുണ്ട്. മെറ്റബോളിസം കൂട്ടി ഇത് പെട്ടെന്ന് വലിച്ചെടുക്കട്ടെ. യോ വോൺ യെസ് പറഞ്ഞു. അതോടെ അത്ഭുതം സംഭവിച്ചു. പ്രക്രിയ അവസാനിച്ചപ്പോൾ സിയോക്മെങ് ഞെട്ടിപ്പോയി. അദ്ദേഹം യോ വോണിനെ നോക്കി പറഞ്ഞു, എടാ ഭീകര, നീ ഇപ്പോൾ വലിച്ചെടുത്തത് 20 വർഷത്തെയല്ല, ഏകദേശം 30 വർഷത്തെ ഇന്റേണൽ എനർജിയാണ്. നാനോയുടെ സഹായം കൊണ്ട് 10 വർഷത്തെ ബോണസ് എനർജി കൂടി അവന് കിട്ടി. ഇനി ഇവനെ പിടിച്ചാൽ കിട്ടില്ല. ഇൻഫർമറിയിൽ യോ വോൺ സൂപ്പർമാൻ ആകുമ്പോൾ പുറത്ത് വില്ലൻ മുഖിയം കിനാവ് കണ്ട് നടക്കുകയാണ്. അവൻ കൂട്ടുകാരനോട് ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഇപ്പോ ഹിയോബോങ് ആ യോ വോണിന്റെ മസിലുകൾ മുറിച്ച് അവനെ ഇഴയുന്ന പുഴുവിനെപ്പോലെ ആക്കി മാറ്റിയിട്ടുണ്ടാകും. എനിക്കത് കാണാൻ കൊതിയാവുന്നു. പാവം മുഖിയം. യോ വോൺ അവിടെ 30 വർഷത്തെ ശക്തി നേടിയിരിക്കുകയാണെന്നും അവന്റെ ചാരനായ ഹിയോബോങ് അവിടെ മൊട്ടയടിച്ച് കെട്ടിയിട്ടിരിക്കുകയാണെന്നും ഇവൻ അറിയുന്നില്ല. ഇവനുള്ള പണി വഴിയിലുണ്ട്. ഇനിയാണ് എപ്പിസോഡിലെ ഹൈലൈറ്റ്. സിയോക്മെങ് പോയിക്കഴിഞ്ഞു.
കുറച്ചു കഴിഞ്ഞപ്പോൾ ഇൻഫർമറിയിലേക്ക് അവിടുത്തെ ഡോക്ടർ ഫിസിഷ്യൻ ബേക്ക് കടന്നുവന്നു. അദ്ദേഹം കണ്ട കാഴ്ച എന്താണെന്നോ? യോവോൺ പുതച്ചു മൂടി നല്ല ഉറക്കമാണ്, കള്ള ഉറക്കമാണ് ഫ്രണ്ട്സ്. പക്ഷേ മുറിയുടെ മൂലയിൽ ഹിയോബോങ് ഇരിക്കുന്നു. അവന് ബോധം വന്നിട്ടുണ്ട്. അവൻ തന്റെ തിളങ്ങുന്ന മൊട്ടത്തലയിൽ കൈവച്ച് വിറക്കുകയാണ്. ഡോക്ടർ അന്തം വിട്ടുപോയി. അദ്ദേഹം ചോദിച്ചു, എടാ, ഒറ്റ രാത്രി കൊണ്ട് നിന്റെ മുടിയൊക്കെ എവിടെ പോയി? എന്നിട്ട് അദ്ദേഹം ചിരിക്കാൻ തുടങ്ങി. ഹിയോബോങ് കരച്ചിലിന്റെ വക്കിലെത്തി. അവന് ഒന്നും പറയാൻ പറ്റുന്നില്ല. ഇതുകണ്ട് ഡോക്ടർക്ക് സംശയം തോന്നി. അദ്ദേഹം പതുക്കെ തല തിരിച്ച് യോവോണിനെ നോക്കി. യോവോൺ അവിടെ ഒന്നുമറിയാത്ത പോലെ കൂർക്കം വലിച്ചുറങ്ങുന്ന അഭിനയത്തിലാണ്. ഡോക്ടർ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇത് ഇവന്റെ പണിയാണോ? പക്ഷേ ഇവൻ അനങ്ങാൻ വയ്യാതെ കിടക്കുകയല്ലേ? പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു? ഡോക്ടറുടെ ആ സംശയ നോട്ടത്തിലും ഹിയോബോങ്ങിന്റെ മൊട്ടത്തലയിലും യോവോണിന്റെ കള്ളതരത്തിലും ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അങ്ങനെ യോവോൺ പവർഫുൾ ആയി. അടുത്ത എപ്പിസോഡിൽ അവൻ പുറത്തിറങ്ങും. തന്നെ കളിയാക്കിയവർക്കുള്ള മറുപടി അവൻ കൊടുക്കുന്നത് കാണാൻ മിസ് ചെയ്യരുത്. അപ്പൊ ശരി, അടുത്ത വീഡിയോയിൽ കാണാം.